ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി കുക്കിംഗ് വീഡിയോ ആയാലോ. അപ്പോൾ നമ്മളൊരു എഗ് കട്ട്ലേറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ 4 എഗ്ഗ് 4 മുട്ട നമ്മളതിന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള റസ്ക് നമ്മൾ നേരെ പൊടിക്കുക. ആ സമയത്ത് നമുക്ക് കറിവേപ്പില, മല്ലിയില, സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുനുകുനാ നമ്മൾ അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മുട്ട നമ്മൾ ബോയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അമ്മ നന്നായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേണം നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കട്ട പോലില്ല, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത് അമ്മ ഓരോ മുട്ടയിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇടുക. 4 സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മുട്ട അനുസരിച്ച് വേണം നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കൂടെ അമ്മ ഇടുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് നമ്മൾ ചപ്പാത്തിക്ക് നല്ല കട്ടിക്ക് വേണം, നമ്മൾ ഉരുട്ടാൻ പരുവമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതിട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇടുകയാണ്. അരിപ്പൊടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുട്ടിൻ്റെ അല്ല, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങനെ 1.5 കപ്പോളം ഇടുക. ഇപ്പോൾ അമ്മ കവറിൽ നിന്ന് ഇടുന്നതേ ഉള്ളൂ, നിങ്ങൾ അളന്നെടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് കളറിന് വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഗരം മസാല. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കുഞ്ഞു പാത്രത്തിൽ 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ട നന്നായി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല മിക്സ് ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മുടെ വേറെ ഒന്നിനും വേണ്ടിയില്ല, ഇത് നമ്മൾ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നേരത്തെ എടുത്തതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കണ്ടില്ല, ഇതുപോലെ കുഴച്ചിട്ട് നമ്മൾ കയ്യിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിലൂടെ എടുക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലോട്ട് നമ്മളത് ഡിപ്പ് ചെയ്യുക. ആ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച റസ്ക് പൊടിയില്ലേ, ആ ഡിപ്പ് ചെയ്ത് നേരെ റസ്ക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. റസ്ക് വെച്ച് നന്നായി കവർ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അങ്ങനെ ഇത് എല്ലാം നന്നായിട്ട് ഇതുപോലെ സെയിം പ്രോസസ്സിലോട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മളിവിടെ ഒരു ഫ്രൈ പാനിലായി ചീനച്ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലോട്ട് അത്യാവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. എണ്ണ ഒഴിച്ച് നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി നമ്മൾ തീ കൂട്ടിയിടരുത്, എങ്കിൽ നമ്മൾ പുറം നല്ല കരിഞ്ഞിരിക്കുകയും ചെയ്യും, പക്ഷേ ഉള്ളിൽ നന്നായിട്ട് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാം ഒത്തിരി കരിയുകയും ചെയ്യും, നല്ല ഗോൾഡ് കളർ ആവണം, ഉള്ളിൽ നമുക്ക് വേവേം വേണം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ടൊമാറ്റോ സോസും കൂടെ ചേർത്താണ് കഴിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ലാസ്റ്റ് പോർഷൻ മാത്രം നമുക്ക് വീഡിയോ ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ അമ്മ ടേസ്റ്റ് നോക്കി പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.